റിഫ്ലക്സ് ടെക് വെല്ലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 2.1 ആണ്, അതായത് നല്ല ഹെവി ആയിട്ടുള്ള കൂടിയ വാട്ടോടും അതുപോലെ തന്നെ സബ് വൂഫറും കൂടിയ വാട്ടോട് കൂടിയായിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എല്ലാ വീഡിയോൻ്റെ താഴെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാറുള്ളത്. ഇപ്പോൾ മുൻപ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആരും കാണാറില്ല, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് മുൻപ് പറയുന്നത്. അതായത് ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ ഡീറ്റെയിൽ, അതായത് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു, എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, എന്തൊക്കെ ഇൻപുട്ട്, എന്തൊക്കെ ഔട്ട്പുട്ടുകൾ, അതുപോലെ തന്നെ എത്ര വാട്ട്സ്, ഏതൊക്കെ ബോർഡുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു, മോസ്ഫെറ്റ്, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ ഇതിൻ്റെ നമ്പറുകൾ, എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ വില വിവരങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചാറ്റിംഗ് കൂടെ ഇതിൻ്റെ ഒരു വില മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ. ഫുൾ ഡീറ്റെയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ വിളിക്കാൻ ശ്രമിക്കുക, ചാറ്റിംഗ് മാക്സിമം ഒഴിവാക്കിയിട്ട്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തോഷിബ 5200-1943 ഒരു ചാനലിൽ 4 എണ്ണം വെച്ചിട്ടുള്ള ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനത്തെ 2 ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. 250+250 ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് തന്നെ 50-0-50 DC വോൾട്ടാണ്, അതുകൊണ്ട് കുറച്ച് വാട്ടേജ് കൂടുതൽ കിട്ടും. സബ് വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് RBL ഓഡിയോസിൻ്റെ മോസ്ഫെറ്റ് ആണ്, അതായത് IRF 260 2 മോസ്ഫെറ്റ് വെച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ വോൾട്ടേജ് കൂടുതൽ കൊടുക്കേണ്ടതും വാട്ടേജ് കൂടുതൽ കിട്ടും. നമുക്ക് ഏകദേശം ഒരു 350 വാട്ടിൻ്റെ അടുത്തൊക്കെ 4 ohms നമുക്ക് ഇതിനകത്ത് ലഭിക്കും. സബിൻ്റെ പ്രീ ബോർഡും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് RBL തന്നെയാണ്. SMD ടൈപ്പ് കമ്പോണൻ്റ് ആയിട്ടുള്ള RBL സബ് ഊഫർ പ്രീ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. BT ബോർഡ്, അതായത് ബേസും ട്രിപ്പിളിന് വേണ്ടി പ്രീ ബോർഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ തന്നെയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IC UPC 1892 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഹൈ ക്വാളിറ്റിയാണ്, അതായത് കുറച്ച് ഗെയിൻ കുറവുണ്ടെന്നുള്ള നോയ്സ് കാര്യങ്ങളില്ല, നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ കമ്പനി സെറ്റുകളിൽ കേൾക്കുന്ന അതേ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നല്ലൊരു 2-way ബോക്സ് 3-way ബോക്സ് ആണെങ്കിൽ തന്നെയാലും നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കും. അത്രയും ക്വാളിറ്റിയാണ് ഇത് ഈ BT ബോർഡിന്. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെയാണ് സ്വന്തം, അതിലാണ് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 35-0-35 AC വോൾട്ടാണ്. പിന്നെ മറ്റുള്ള ടാപ്പിങ്ങുകൾ വേറെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത് നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിൽ മാസ്റ്റർ വോളിയത്തിൽ കൊടുത്തിരിക്കുന്നത് 2 ചാനലിൽ സബ് വൂഫറിൻ്റെ വോളിയം ഒരേ ടൈമിൽ കുറയ്ക്കാനും കൂട്ടാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ ട്രിബിൾ ബേസ്. ഈ ട്രിബിൾ ബേസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു സബ് വൂഫറിൻ്റെ വോളിയം കൊടുത്തിട്ടുണ്ട്, അത് സബ് വൂഫറിൻ്റെ വോളിയം മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് ട്രിബിൾ സബ് വൂഫറിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു VU മീറ്റർ കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ നല്ല വലിയ ഡിസ്പ്ലേയോട് കൂടിയുള്ള ഒരു USB പാനൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊരു സെലക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. OX 1 OX 2 USB സെലക്ട് ചെയ്യാനായിട്ടുള്ള അങ്ങനെ വലിയ 2 നോബാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. പുറകുവശം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2 ഓക്സിലറി ഇൻപുട്ട്, ആൻറ്റിന, അതുപോലെ തന്നെ നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് ഒരു ഫാൻ വെച്ചിരിക്കുന്നു. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റിലാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ സബ് വൂഫറിന്റെ സ്പീക്കർ ഔട്ടും കൊടുത്തിരിക്കുന്നത്. 3-pin പ്ലഗ് ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ മുൻവശം പുറകുവശം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് മൊത്തം നമ്മൾ പവർ സപ്ലൈ ആണ് സ്ഥിരം. ഞാൻ പറയാറുള്ളതാണ്, നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ടൊറോയിഡിലല്ല ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോർമൽ ട്രാൻസ്ഫോമറാണ്. ഇതും നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ AC വോൾട്ട് എടുത്തിരിക്കുന്നത് 35-0-35 നമ്മൾ AC എടുത്തിട്ടുണ്ട് 10 ആംപിയറിൽ. അതുകൂടാതെ 12 വോൾട്ടിൽ വേറെ എടുത്തിട്ടുണ്ട്. സബിൻ്റെ പ്രീക്ക് വേണ്ടി BT ബോർഡ്, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി, ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 10,000-ൻ്റെ 4 കപ്പാസിറ്ററാണ് കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് 63 വോൾട്ടിൽ. അതുകൂടാതെ സബിൻ്റെ പ്രീക്ക് വേണ്ടി എടുത്തിരിക്കുന്നു, ഫാനിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം റിഫ്ലക്സിന് എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് പവർ സപ്ലൈ സെക്ഷൻ വരുന്നത്. പിന്നെ ഒരു ഫ്യൂസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 3-pin പ്ലഗാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്നത് ഇതിൻ്റെ BT, അതായത് പ്രീ സ്റ്റേജ് ആണ്. പ്രീ സ്റ്റേജിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ 1892 എന്ന് പറയുന്ന UPC IC ആണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന BT ബോർഡാണ്, അതായത് ബേസും ട്രബിളിന് വേണ്ടി ഉപയോഗിക്കുന്ന BT ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ RBLൻ്റെ ഒരു SMD ടൈപ്പ് IC വെച്ചിട്ടുള്ള സബ്
പ്രീ ബോർഡ് നമ്മളിതിനകത്ത്, അതായത് സബ് വൂഫർ ഫിൽറ്റർ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്രണ്ട് പാനലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. വ്യൂ മീറ്റർ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ അക്രലിക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ പവർ ട്രിക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചാനലിന് വേണ്ടി 2 ചെറിയ റെയിലും സബിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ റെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് വൂഫറിൻ്റെ ആമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് RBLൻ്റെ തന്നെയാണ്. RBLൻ്റെ 2 MOSFET ആണിത്. കാരണം MOSFET ട്രാൻസിസ്റ്ററിനേക്കാളും കുറച്ച് സോഫ്റ്റ് പഞ്ചായിരിക്കും, ബേസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് IRF 260 ആണ്, 2 ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 വോൾട്ടോളം 35 നമ്മൾ എടുത്തിട്ട് DC ആക്കി 50 നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 250 + 250 ആണ്. ഇതിൽ നിന്ന് നമുക്ക് സബ് വൂഫറിൽ നിന്ന് ഏകദേശം ഒരു 350 വാട്ടോളം നമുക്ക് അടുത്ത് മേലെ കിട്ടും. 4 ohmസിലൊക്കെ ചാനലിന് വേണ്ടി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 250 ആണ്. ഇതിൽ വന്നിരിക്കുന്നത് ടോഷിബ 5200 വെച്ചിട്ടുള്ള 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ചാനലിൽ 4 ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിക്കുക. അങ്ങനെ 2 ചാനലിന് വേണ്ടി 8 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നു. SD ഓഡിയോസിൻ്റെയാണ് നമ്മൾ ഇതിനകത്ത് ചാനലിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കൂളിംഗ് ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് ആയിട്ട് ഒരു ഫാനും കൊടുത്തിരിക്കുന്നു. ഇത് ഫുള്ള് നമ്മൾ ഷീൽഡ് വയറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടുകളെല്ലാം ഷീൽഡ് വയറിലാണ്. അതുകൂടാതെ ഇതെല്ലാം കവർ ചെയ്ത് പോയതുകൊണ്ടാണ് കാണാത്തത്. സ്പീക്കർ ഔട്ടുകളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് 0.5 mm തന്നെയാണ്. അത് ഫിനോലെക്സിൻ്റെ RRൻ്റെ വയർ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. കൂടുതലല്ല, എല്ലാ ആംപ്ലിഫയറിലും ഉപയോഗിക്കാറുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് സ്പീക്കർ ഔട്ടാണ്. ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ പ്ലസ് മൈനസ്, സബ് വൂഫറിൻ്റെ പ്ലസ് മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 8 ഇഞ്ചിൻ്റെ 2 3-way ഫ്ലോർ സ്റ്റാൻഡിങ്ങിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12 ഇഞ്ച് സബ് വൂഫറും കൊടുത്തിട്ടുണ്ട്. പെൻ ഡ്രൈവ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2.1 എന്ന രീതിയിലാണ് പ്ലേ ചെയ്യുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. ഓഡിയോയിൽ ഞാൻ പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വരുന്ന വീഡിയോസിൽ ഇങ്ങനത്തെ സോങ്സുകൾ ഇടുന്നത്. ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോർമൽ കേൾക്കണ MP3-നേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കുറവായിരിക്കും. യൂട്യൂബ് തരുന്ന സോങ്സിന് ഇത്തിരി സൈസ് കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെയുള്ള ആംപ്ലിഫയറിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഷോർട്സിൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇടാറുണ്ട്. അതിൽ ഫിലിം സോങ്സ് നമുക്ക് ഇടാൻ സാധിക്കും. അതിൽ കോപ്പിറൈറ്റ് പ്രോബ്ലം ഒന്നുമില്ല. അത് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.